ഹായ്. അപ്പോൾ അടുത്ത വീഡിയോ എവിടെ, ബാലൻസ് വീഡിയോ എവിടെ, ഇതിൻ്റെ ബാക്കി എവിടെയെന്നല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി വീഡിയോ കണ്ടിട്ട് ഇന്നലെ പോയി വാങ്ങിച്ച ഫ്രൂട്ട്സും ഈ നമ്മളുണ്ടാക്കിയ എണ്ണക്കടികളൊക്കെ കൊണ്ടുപോയതും മോളെ വിളിച്ചുകൊണ്ട് വന്നതും പോയി കണ്ടിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് നിൽക്കാം. നീപ്പത്തിൽ ഫാഷനിലാക്കിയടി നമ്മൾ, നീപ്പത്തിൽ ഫാഷനിലാക്കി. കട്ടിലിൻ്റെ ഒരു ഫാഷനുണ്ട്, ഒരു സൂര്യകാന്തിൻ്റെ ഫാഷനുണ്ട്. ചക്കളിയാ പിടിക്കടി പിടിക്കടി. പിന്നെ പിടിക്കണ്ടേ അവള്? രണ്ടെണ്ണം വെച്ചു. വെച്ചില്ലേ ഉണ്ണിയപ്പം? മതിയാ? മതിയപ്പം ഇനി ഏതെങ്കിലും ഒന്നെടുത്തോളാം. വായിൽ പിടിച്ചു. അത് നിങ്ങൾ കഴിക്കണം, നിങ്ങൾ കഴിക്കണം. അത് ശശിയുടെ കഴിക്കണം. ശശിയുടെ കഴിക്കും. അയ്യോ, നിനക്കൊന്നും അത് കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ. രാവിലെ മുതൽ ഇവിടെ വന്നിട്ട് ഓട്ടം ചേച്ചി ഇല്ലാതൊരു കാര്യം നടക്കൂല. കുറച്ച് അലച്ചിലുണ്ടായിരുന്നു, പക്ഷെ പരിപാടി ഗംഭീരമായി. അടുത്ത ഭക്ഷണം എന്തൊന്ന് കാണിച്ചു തരാം. അല്ല, ഭയങ്കര വ്യത്യാസമുള്ള ചടങ്ങ് വ്യത്യാസം, ഭക്ഷണ സെറ്റ്. നമുക്കാണെങ്കിൽ ഇതിലായിട്ട് സദ്യയല്ലേ, ഇത് ബിരിയാണി ആണ്. വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. സൂപ്പർ ഭക്ഷണം, നിങ്ങളുടെ സർവീസ്, ബാക്കിയെല്ലാം ജ്യൂസ് അടക്കം എല്ലാം നിങ്ങളുടെ ഒന്നും ഏറ്റവും കാര്യങ്ങളും സൂപ്പർ. പക്ഷെ കുറച്ച് ചൂടിന്റെ വിഷയം മാത്രമേ ഉള്ളൂ, ബാക്കി സംഗതി സൂപ്പർ. കാസർഗോഡ് ഈവൻ ക്ലബ്ബ് സൂപ്പർ എന്ന് പറഞ്ഞാല് കളയുമ്പോ ഭക്ഷണം എങ്ങനെയുണ്ട്? ഒരുപാട് പേര് പറഞ്ഞു, എടാ ഭക്ഷണം എങ്ങനെയുണ്ടടാ? എല്ലാവരും ഭക്ഷണത്തിനെ പറ്റി ഭയങ്കര അഭിപ്രായം. സൂപ്പർ ഭക്ഷണം, 100. പക്ഷെ ചൂടത്ത് നമുക്ക് ഒരു ആസ്വാദനം കിട്ടുന്നില്ല. 2-3 ഫാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. പക്ഷെ നിങ്ങളെ പിള്ളേർമാരെല്ലാരും സെറ്റപ്പ്, സർവീസ് എല്ലാരും കൊള്ളാം. അങ്ങോട്ട് പോയി ഞങ്ങൾ അതല്ല പറ്റൂലല്ലേ.
കഴക്കോട്ടല്ലേ കണ്ടിട്ട് ഒരു സ്ഥലത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തെ ഫോട്ടോഷൂട്ടിലോട്ട് നീങ്ങുകയാണ്. ഡിങ്കൻ പതിവ് പോലെ വണ്ടിയെടുത്തു. ഈ 3 അപ്പൊ ഞങ്ങളെല്ലാരും കൂടി അടുത്ത ഫോട്ടോഷൂട്ട് സ്ഥലത്തേക്ക് പോകുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ താരം സൈന സച്ചു. കുട്ട മാളു എല്ലാരും നല്ല ക്ഷീണത്തിലായി. അങ്ങോട്ട് പോകണ വഴിക്ക് ഒരു ജ്യൂസ് കുടിക്കണം വീട്ടിൽ. ഇത് കുറെ സമയം ഇപ്പൊ വീട്ടിൽ പോകാം എന്ന് പറയുന്നത്. ഇപ്പൊ ഇതുവരെ വീട് എത്തിയിട്ടില്ല. ഇനിയും വീട്ടെത്താൻ എനിക്ക് തോന്നുന്നു അരമണിക്കൂർ ആവുന്നു. ഒരു കുട്ടൻ എത്ര മണിക്ക്? അവന് 6 മണിക്കോ 7 മണിക്കോ ട്രെയിൻ. അപ്പൊ ബസ്സിനാണ്. ബസ്സിന് കയറ്റി വിടണം. അവനിന്ന് ഹോസ്റ്റലിലേക്ക് പോകുന്നു ബാംഗ്ലൂര്. അപ്പൊ എനിക്ക് അറിഞ്ഞത് ഇതൊക്കെ എപ്പോ വീട് എത്തുമെന്ന് കേട്ടാല്. രാവിലെ നമ്മൾ ഇറങ്ങിയത് നമ്മളെ കാണുമ്പോഴല്ലേ ക്ഷീണത്തിലായിട്ട്. ഇനി എപ്പോ ഇവിടെ നിന്ന് തീർന്നിട്ട് വീട്ടിൽ പോകുന്ന റെഡിയായി കിടക്കുമെന്ന് കേട്ടാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇനി അവനെ ബസ് കയറ്റി വിടണം. അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നു. ഒരു ഫോട്ടോഷൂട്ട് അവിടെ അതാ ഫോട്ടോഷൂട്ട് അങ്ങനെ നടക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഇതാണ് കാസർഗോഡത്തെ ചടങ്ങ്. ഇനി തിരുവനന്തപുരത്ത് നമ്മൾ ആരെങ്കിലും ഒരു ചടങ്ങുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരാം. ഒരുപാട് അപ്പൊ അവിടെ ഉള്ളവർ തന്നെ പറയാണ് കുറച്ച് ഭാഗത്ത് അവിടെ ആയിട്ട് ഓരോരോ രീതിയിലാണ് ചടങ്ങുകൾ. അത് ഇതിവിടെ അങ്ങനെയല്ലേ. പക്ഷെ എന്തായാലും എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് വേറെ ഫ്രൂട്ട്സ്, പൂവ്, എണ്ണക്കടികൾ അത് വീട്ടിലുണ്ടാക്കണം, ഓർഡർ കൊടുക്കണം, അങ്ങനെയൊക്കെ നല്ല രസമല്ലേ. പിന്നെ എല്ലാവരെയും കണ്ടു മിണ്ടി അങ്ങനെ ആ ഒരു ദിവസം അടിപൊളിയായി. ബാക്കി കാസർഗോഡത്തെ വിശേഷങ്ങൾ പുറകെ ഉണ്ട്. സപ്പോർട്ട് ചെയ്യണേ. ബൈ. അപ്പൊ അടുത്ത കാസർഗോഡ് വിശേഷവും തിരുവനന്തപുരം വിശേഷവും ഒക്കെ പുറകെ വരും. അപ്പൊ അതെല്ലാം കണ്ടിട്ട് വേണ്ടുന്ന സപ്പോർട്ട് കൂടെ ഉണ്ടാകണം.